നമസ്കാരം. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ BJP-യുടെ പോളിംഗ് ദിവസം ഏക കല്ലുകടി, പോളിംഗ് ദിവസം തൊട്ട് തലേ ദിവസം ഉണ്ടായ ഒരു കല്ലുകടി അവസാന ലാപ്പിലാണ്. പാലക്കാട്ടെ ആ സംഭവമാണ്. ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് ഏതോ ഒരു സ്ത്രീ വന്ന് ഒരു വയോധികയ്ക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്നു. അവർ പക്ഷെ കൊടുത്തില്ലെന്ന് പറയുന്നു. എന്തു തന്നെയായാലും അതൊരു വലിയ ചർച്ചയുമായി, കല്ലുകടിയായി, ഏതാണ്ടൊക്കെ നാണക്കേടുമായി. കാരണം അത് ഇനി അത് എന്തായാലും പോലീസ് അന്വേഷിക്കണം, അല്ലേ? പോലീസ് അന്വേഷിക്കണം. അതെ, അന്വേഷിച്ചാൽ മാത്രമേ അതിൽ നടപടി ഉണ്ടാകുള്ളൂ, ക്ലാരിറ്റി വരികയുള്ളൂ. ശരിക്കും ഇത്തരമൊരു സംഭവം അവിടെ ഒഴിവാക്കാമായിരുന്നതല്ലേ? തീർച്ചയായും അതെ. ഇങ്ങനൊരു സംഭവം നടന്നു, എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ ശോഭാ സുരേന്ദ്രനാണോ? ഇനി ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കാൻ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്നെ പണി കൊടുത്തതാണോ എന്ന കാര്യത്തിൽ പോലും സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നും ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. ആ വിവാദം ഒരു പ്രവർത്തക നൽകിയൊരു പരാതിയുമായി ബന്ധപ്പെട്ടാണ്. ശോഭാ സുരേന്ദ്രനെ ഇപ്പോഴല്ല, എല്ലാ ഘട്ടത്തിലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്രയും ശക്തിയായ ഒരു സ്ത്രീ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ LDF എടുത്ത് നോക്കിയാലും UDF എടുത്ത് നോക്കിയാലും ഒന്നും ഇങ്ങനെ നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന, സ്വന്തമായി നന്നായി സംസാരിക്കാൻ അറിയുന്ന, വളരെ കൃത്യമായി നിലപാടെടുക്കുന്ന ഒരു സ്ത്രീ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതുവരെ നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഗൗരിയമ്മ പോലുള്ള വനിതാ നേതാക്കന്മാരുണ്ടായിരുന്നുവെങ്കിലും ഒരുപക്ഷെ അതിൽ കൂടുതൽ ഒരു BJP ജയിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടമാണെന്ന് കൂടി ഓർക്കണം. ജയിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല ശോഭാ സുരേന്ദ്രൻ, പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വനിതാ നേതാവ് തന്നെയാണ്. വളരെ സ്ട്രോങ് ആയ ഒരു ലേഡിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ താഴ്ന്നൊരു നിലവാരത്തിൽ നിന്ന് കൂലിപ്പണിക്ക് പോകുന്ന അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ മകളായിരുന്ന് അങ്ങനെ ആ താഴ്ന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഒരാൾ കൂടിയാണ്. കഴിഞ്ഞ ഒരു 20 വർഷത്തിലേറെ അവരുടെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ, 20 അല്ല 30 വർഷത്തിലേറെ അവർ പൊതുപ്രവർത്തന രംഗത്ത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ കുറച്ചുകൂടി ഹാർഡായ ഒരു നേതാവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവുമായി ബന്ധമുള്ള, അവരുടെ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയുമായൊക്കെ ബന്ധമുള്ള അടുത്ത ആളാണെന്നൊക്കെ പറയപ്പെടുന്നു. ഒരുപക്ഷെ BJP-യിൽ തന്നെ അവരെ തീർക്കാനുള്ളൊരു വിഭാഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി BJP-യിൽ ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പാലക്കാട് കേന്ദ്രീകരിച്ചുമുണ്ട്, പുറത്തുമുണ്ട്, എവിടെ മത്സരിക്കുന്ന എല്ലാം ഉണ്ട്. അത് പാലക്കാട് കുറച്ച് കൂടുതലാണ്. അതിങ്ങനെ വലിയ കഴിഞ്ഞ കുറേ നാളുകളായി ഗ്രൂപ്പിസം ഭയങ്കര ശക്തമായ സ്ഥലമാണ്. കേരളത്തിൽ പൊതുവേ ഗ്രൂപ്പിസം ശക്തമായ സ്ഥലം തന്നെയാണ് കേരള. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP-യിൽ ഏത് ഗ്രൂപ്പ് വരുന്നോ ആ ഗ്രൂപ്പിലെ ആൾക്കാർ മാത്രം പാർട്ടിയിൽ തുടരുകയും ബാക്കിയുള്ള നേതാക്കന്മാരെ ഒറ്റയടിക്ക് തൂക്കി വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി BJP അല്ലാതെ മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണഗതിയിൽ നേതാക്കന്മാർ ഇപ്പോൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ ഗ്രൂപ്പുണ്ട്, മറ്റ് ആ സംഘടനയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ആ സ്ട്രക്ചറിൽ നിന്ന് ഒറ്റയടിക്ക് എടുത്ത് പുറത്ത് കളയുകയല്ല അവർ ചെയ്യുന്നത്. അവരിപ്പോൾ പ്രാധാന്യം കൊടുക്കാതുള്ള അപ്രധാന സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടൊക്കെ പതുക്കെ. ഇത് അങ്ങനെയല്ല. ഇത് BJP-യുടെ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ സംസ്ഥാന സെക്രട്ടറിയെ അടുത്ത സംസ്ഥാന ഒരു ആൾ വരുമ്പോൾ ഒരു ഭാരവാഹിത്വത്തിലും ഇല്ലാതെ ഒറ്റയടിക്ക് തൂക്കി വലിച്ചെറിഞ്ഞു കളയും. അങ്ങനെയാണ്, മാറ്റി നിർത്തും. പിന്നെ അവർക്കൊരു രാഷ്ട്രീയ, അവരെ അടുപ്പിക്കില്ല. BJP-യുടെ സംഘപരിവാർ സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ആരോടെങ്കിലും തോന്നിയാൽ ജീവിതകാലം മുഴുവൻ പിന്നെ അവർ ശത്രുക്കളാണ് എന്നുള്ളതാണ്. പിന്നെ ജീവിതകാലത്ത് അവരെ ആ ഭാഗത്തോട്ട് പോലും അടുപ്പിക്കില്ല. അല്ലെങ്കിൽ അതിന് ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ. ഇപ്പോൾ BJP പറയുന്നുണ്ട്, BJP വലിയ സ്ത്രീകളെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എണ്ണത്തിൽ കൂടുതലുണ്ട് കേട്ടോ. BJP-യിലെ സ്ത്രീകളുടെ എണ്ണത്തിൽ കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ അവർ രാഷ്ട്രീയത്തിന് പറ്റിയവരാണോ? അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഓഫ് ഒരു തെരച്ചിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. അതെ തീർച്ചയായും. ഇപ്പോൾ കുറേ സ്ത്രീകൾ ഇപ്പോൾ ഞാൻ നിരീക്ഷിക്കുന്ന കാര്യമാണ്, കുറച്ച് സ്ത്രീകൾ ഇപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് അവരുടെ വിശ്രമഘട്ടത്തിലേക്ക് പോകേണ്ട അവസരത്തിൽ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഈ സ്ത്രീയും അങ്ങനെ ഒരാളാണ്. പാലക്കാട് ആലപ്പുഴയിലെ ജില്ലാ വൈസ് പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറി എങ്ങാണ്ടായിരുന്നു, നോർത്ത് ജില്ലയുടെ ആയിരുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ NGO യൂണിയനിലൊക്കെ സജീവമായിരുന്ന ആളാണ്. അപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ ആ കാലഘട്ടത്തിലും അവിടെയും പ്രശ്നമായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അവരിങ്ങനെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കുന്ന ഒരാളാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഈ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ സ്ഥലത്തിലൊക്കെ ഇരുന്നിട്ട് വരുമ്പോൾ അവർ വിചാരിക്കുന്ന അവർക്ക് രാഷ്ട്രീയത്തിലും അവർ ഹോൾഡ് ചെയ്തിരുന്ന പൊസിഷനിലേക്ക് എത്തണം എന്നുള്ളതാണ്. പക്ഷെ അത് പോസിബിളായ ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ. കാരണം അവർക്ക് രാഷ്ട്രീയത്തിലൊരു മുൻപരിചയവുമില്ല. രാഷ്ട്രീയത്തിൽ മുൻപരിചയമുള്ളവർക്ക് കിട്ടുന്ന അത്രയും അവസരങ്ങൾ ഒരു പക്ഷേ ഇത്തരം ആൾക്കാർക്ക് കിട്ടാറില്ല. അവരൊന്ന് വളർന്ന് അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് വന്നു വരണം. ഇപ്പോൾ പിന്നെ ഈ സർക്കാർ സർവീസിൽ കീഴുദ്യോഗസ്ഥരെ ഭരിച്ച് ഇരുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സാഹചര്യമുണ്ട്. ഇല്ല,
അപ്പോൾ അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും ബി ജെ പിയിൽ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ കേരളത്തിൽ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയം, അതായത് ഒരു പൊളിറ്റിക്കൽ ഇത് പറയാനുള്ളതോ അല്ല നേതാവാകാനോ കഴിവുള്ളവരാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ വ്യത്യസ്തയാകുന്നത്. ഒരുപക്ഷെ അവർക്കൊരു നേതൃപരമായ ഒരു ഗുണം അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് അവർ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ ഒരാൾ കുറച്ചൊക്കെ മാറി മാറി വരുന്നതാവാം. എന്നാലും അവർക്ക് എൻ്റെ ഒരു പേഴ്സണൽ വിലയിരുത്തലിൽ അവർക്ക് കുറച്ച് ഈ നാട്ടുപ്രദേശത്തെ സ്വഭാവമുണ്ട്. പഴയ സ്ത്രീകളുടെ നാട്ടുമ്പുറമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ഇത്ര നല്ലൊരു നല്ല വോട്ട് പെർസെന്റേജ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കുറച്ച് കുഴപ്പങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്കും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ ഒരു സ്വഭാവത്തിൽ അവർ പക്ഷേ വളർന്നു വന്ന ജീവിതം പ്രിവിലേജ്ഡായ ഒരാൾ, അതാണ് സംസാര ശൈലിയിലൊക്കെ പ്രിവിലേജ്ഡായ ഒരാളും പ്രിവിലേജ് ഇല്ലാത്തിരുന്ന ഒരാളും തമ്മിലുള്ള ഒരു അന്തരം, അത് ഒരു പ്രിവിലേജ്ഡായി സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ പോലും ആ അന്തരം അവർക്ക് മറികടക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം അവർക്കുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പറഞ്ഞാൽ വേറെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ തിരുവിതാംകൂറിലെ CPM-കാരും മലബാറിലെ വ്യത്യാസം, അവരുടെ ആ ഒരു സംഭാഷണ ശൈലി, ഇവരുടെ ആ ഒരു ശൈലിയുടെ ഒക്കെ വ്യത്യാസം ഉണ്ട് അവർക്ക്. പിന്നെ രാഷ്ട്രീയത്തിൽ ആലോചിച്ച് നോക്കണം, 20 വർഷത്തിനിടയിൽ ഈ പുരുഷ പ്രജകളോടൊപ്പം കേരളത്തിലെ BJP-യിലെ പുരുഷ പ്രജകളോടൊപ്പം, അതായത് കേരളത്തിലെ BJP എന്നല്ല BJP സംഘപരിവാർ ഇടങ്ങളിൽ പൊതുവെ പുരുഷന്മാർക്കൊരു പെട്രിയാർക്കൽ സൊസൈറ്റി, പുരുഷന്മാർക്കൊരു പ്രാധാന്യമുണ്ടെന്ന് അവർ തന്നെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നു. അത് എല്ലാ തലത്തിലും ഉണ്ട്, ഒരു സംശയം വേണ്ട. അത് BJP-യിൽ അല്പം കൂടുതലാണ്. അതാണ്, സ്ത്രീകളല്ലല്ലോ കൂടുതലും. അപ്പോൾ അങ്ങനെ ആ ഒരു പെട്രിയാർക്കിക്കെതിരെ അവർ നിരന്തരമായി കലഹിച്ചു വന്ന ഒരാളാണ് ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പോൾ അവരെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം എല്ലാ കാലത്തും ഉണ്ട്. കാരണം കേരള BJP-യിൽ ഇന്ന് എന്തെങ്കിലും നേതൃത്വത്തോട് പറയാൻ കപ്പാസിറ്റിയുള്ള ഒരേ ഒരു നേതാവുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. ബാക്കിയുള്ളവരെല്ലാം പാർട്ടിക്ക് കീഴ്പ്പെടേണ്ട എന്നല്ല, പക്ഷേ പാർട്ടി ഫോറങ്ങളിൽ പോലും അഭിപ്രായം പറയാൻ കഴിയാത്ത ആൾക്കാരാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടി ഫോറങ്ങളിൽ പോലും അവർക്ക് സംസാരിക്കാൻ, അത് എന്താണെന്ന് പോലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതിൻ്റെ വരുംവരാഴികളെക്കുറിച്ച് ചിന്തിക്കാനോ അത് പറയാനോ ഒന്നും കപ്പാസിറ്റിയുള്ള ആരും ഇന്ന് BJP വനിതാ നേതാക്കന്മാരിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കുറച്ച് വനിതകളെയൊക്കെ അവർ മഹാസംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലായിരിക്കും അവരുടെ അറിവുകളൊക്കെ നമുക്ക് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയം അറിയാത്തവരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരെ തീർക്കാൻ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരെ തീർക്കാനുള്ള ഒരു ശ്രമം പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുമുണ്ട്, സ്ത്രീകളുടെ ഭാഗത്തു നിന്നുമുണ്ടെന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയും. പാലക്കാട്ട് ഈ ട്രാപ്പ് വരുന്നത് ആലപ്പുഴ ആ ഭാഗത്തു നിന്നാണ് ആണെന്ന് പറയപ്പെടുന്നു. അവരുടെ ആലപ്പുഴ രജിസ്ട്രേഷനിൽ ഒരു വണ്ടിയാണ് അവിടേക്ക് വന്നതെന്നാണ് ഞാൻ അവിടെ ഇവർ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ മനസ്സിലാക്കുന്നത്. അതാണ് അവരത്ര പ്രകോപിതയാകാനുള്ള കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പ്രകോപനം ഉണ്ടാക്കിയതും ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റാണ്. കാരണം അവർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും ഒരു സംഘടനയിൽ അവരിപ്പോൾ നേമത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നേമത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാണ്. നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റാണ്. ഇപ്പോൾ അവർക്ക് ഒരുപക്ഷെ അവസരങ്ങൾ കിട്ടിയിട്ടില്ലായിരിക്കും. പക്ഷെ അവർ നേമത്ത് ഇലക്ഷൻ വർക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഒരുപാട് ഫോട്ടോകൾ ഞാൻ കണ്ടു. ഞാൻ ഇന്നാണ് അങ്ങനെ ഒരാളെ പറ്റി കേൾക്കുന്നത്. BJP-യിൽ ഒരുമാതിരി ആൾക്കാരെ കുറിച്ചൊക്കെ എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. പക്ഷേ ഇന്നാണ് അങ്ങനെ ഒരാളെ പറ്റി കേൾക്കുന്നത്. അവർ തന്നെ പറയുന്നത്, ഞാൻ നന്നായി സംസാരിച്ച് വരുമ്പോൾ പറയപ്പെടുന്ന പൂന്തറ ശ്രീകുമാറും ശോഭാ സുരേന്ദ്രനും ചേർന്നാണ് എന്നെ ഇല്ലാതാക്കിയെന്നൊക്കെ. പക്ഷെ അവർ ആ ശബ്ദം ഞാൻ കേട്ടായിരുന്നു, വോയിസ് റെക്കോർഡ്. പക്ഷെ അവർ പറയുമ്പോൾ തന്നെ ഈ മുറിച്ച് പലപ്പോഴും പറയുമ്പോൾ മറുപടി കിട്ടുന്നുണ്ടായിരുന്നില്ല. ശോഭാ സുരേന്ദ്രൻ കള്ളം പറയുമ്പോൾ ഒരു ജാള്യത ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു അവർക്ക്. അതായത് ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈ പറയപ്പെടുന്ന ബിന്ദു എന്ന അവരുടെ പേര് ബിന്ദു വിനയകുമാർ അങ്ങനെയാണെന്ന് തോന്നുന്നു. അവരാണ് ആദ്യം ശോഭാ സുരേന്ദ്രനെ പ്രകോപിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ എതിർക്കാനുള്ള അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഈ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ കോക്കസുകളും ചേർന്ന് ശോഭാ സുരേന്ദ്രനെയാണ് ആക്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വനിതാ നേതാവ് അവരിപ്പോൾ വനിതാ നേതൃനിരയിലില്ല എന്നിരിക്കട്ടെ, പക്ഷെ അവർ പ്രവർത്തകയായി തുടരുമ്പോൾ അവരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് സംഘടനയുമായി സംസാരിച്ച് തീർക്കേണ്ടതിന് പകരം അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രൻ വിളിച്ച ആദ്യം അവർ വളരെ മര്യാദയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നു, ആദ്യത്തെ ചോദ്യം തന്നെ, നിങ്ങൾ BJP പ്രവർത്തകയല്ലേ? അതെ, ഞാൻ BJP പ്രവർത്തകയാണ്, ഇന്ന ആളാണെന്ന് അവർ പറയുന്നു. നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് അതീവ രസകരം. അവർ പറയുന്നത്, നിങ്ങളും പൂന്തറ ശ്രീകുമാറും ചേർന്നാണ് എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി. പിന്നെ ആരോ 1-2 കൊച്ചുപിള്ളേർ, ഹരിനാരായണൻ എന്ന് പറഞ്ഞ്, ഞാൻ മനസ്സിലാക്കുന്ന ഈ ഹരിനാരായണൻ എന്ന് പറയുന്നത് അവിടുത്തെ സോഷ്യൽ മീഡിയയുടെ എന്തോ ചുമതലയുള്ള ആളാണ്. ആരോ 1-2 പേരുടെ പേര് പറയുന്നു. ഈ പറയപ്പെടുന്നവരാരും വലിയ നേതാക്കന്മാരല്ല. മറിച്ച് പൂന്തറ ശ്രീകുമാറിന്റെ കാര്യം പറയുന്നത് അതിലും വലിയ രസകരമാണ്. പൂന്തറ ശ്രീകുമാർ എന്ന് പറയുന്നത് S സുരേഷുമായി വളരെ അടുപ്പമുള്ള S സുരേഷിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ പറയപ്പെടുന്ന പൂന്തറ ശ്രീകുമാർ. അപ്പോൾ പൂന്തറ ശ്രീകുമാറിനോട് ഒരിക്കലും ശോഭാ സുരേന്ദ്രൻ ഈ പറയപ്പെടുന്ന ഇപ്പോഴത്തെ BJP ഓഫീസിൽ ഒരു മുറി പോലും നൽകിയിട്ടില്ല.
സത്യത്തിൽ അവർക്കൊരു മുറി പോലും ആ BJP ഓഫീസിലില്ല. ഇത്രയും വർഷത്തെ അവിടുത്തെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറിയായ S. സുരേഷിനും രണ്ടാമത്തെ അനൂപ് ആന്റണിക്കും S. സുരേഷിനും രണ്ടുപേർക്ക് സംഘടനാ സെക്രട്ടറിക്കും അനൂപ് ആന്റണിക്കും മുറിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും, സംസ്ഥാന സെക്രട്ടറി ഒരു വനിത വന്നിട്ടുണ്ട്. അവർ BJPയുടെ ഇപ്പോഴത്തെ ഏറ്റവും വൈബ്രൻ്റായ നേതാവാണെന്ന് കാണിക്കാൻ കുറച്ച് ഫേസ്ബുക്ക് റീൽസ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട്. അവർ BJP അത്ര സംസ്ഥാന സെക്രട്ടറി ആകാനുള്ള ഒരു അറിവോ പരിചയമോ ഒന്നും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയല്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ നേതാക്കന്മാരുടെ ഒരു വളരെ അടുപ്പമുള്ള ചില നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവർ അവിടെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അവർക്ക് പോലും അവിടെ ഒരു റൂമുണ്ട്. ഇലക്ഷൻ BJP ഓഫീസിന്റെ ഇലക്ഷന്റെ ചുമതല, ആ ഓഫീസിന്റെ ചുമതല മൊത്തം അവർക്കായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അവർക്ക് പോലും കിട്ടുന്ന പ്രാതിനിധ്യം ഇന്ന് ശോഭാ സുരേന്ദ്രൻ ആ പാർട്ടിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അവിടെ റൂം പോലും ഇല്ല BJP ഓഫീസിൽ. MT രമേശിന് അവർക്ക് റൂമില്ല അവിടെ. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. എത്രയോ വർഷമായി MT രമേശും ശോഭാ സുരേന്ദ്രനും ഒക്കെ BJPയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവർക്കാർക്കും കിട്ടാത്ത പ്രാധാന്യം അവിടെ മറ്റു പലർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ സ്ത്രീയോട് അവർ ചോദിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ്റെ സംസാരവും അത്ര നല്ല സംസാരമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി പക്വതയോടെ പെരുമാറേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു തലേ ദിവസത്തെ പ്രശ്നങ്ങൾ അവരെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഒരു BJP നേതാവ്. അപ്പോൾ അവരെ സംബന്ധിച്ച് എല്ലാവരും തന്നെ ആക്രമിക്കുമ്പോൾ അകത്തു നിന്നുള്ള ആൾക്കാർ കൂടി ആക്രമിക്കുന്ന ഒരു വനിതാ. അപ്പോൾ അത് അവരെ വല്ലാതെ അസ്വസ്ഥയാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ ആ സംഭാഷണത്തിലുടനീളം അവർ തമ്മിലുള്ള തർക്കങ്ങൾ കേൾക്കാം. അവിടെ അവർ പറയുന്നത് ഞാൻ ആരുടെയും കൂടെ നിന്ന് പൊരുതുന്നില്ല, പുറത്തുള്ളവരുടെ കൂടെ നിന്ന് നിങ്ങൾക്കെതിരെ പട നയിക്കുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ പട നയിക്കുന്നുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ഈ സ്ത്രീ മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ സ്ത്രീ ചെയ്ത അതിലും വലിയ തോന്നിവാസമാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക മാത്രമല്ല, ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചത്. ശോഭാ സുരേന്ദ്രൻ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച് BJPയുടെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയത്തെ അവർ അത് കൈരളി ചാനലിൽ കൊടുക്കണം. ഒന്നുകിൽ അവർ കൊടുക്കണം, അല്ലെ ശോഭാ സുരേന്ദ്രൻ കൊടുക്കണം. ഏതായാലും ഇത് ശോഭാ സുരേന്ദ്രൻ കൊടുക്കില്ല. ഇത് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പുറത്തു പോയതാണെന്ന് വ്യക്തമാവുകയാണ്. ആലപ്പുഴ ജില്ലയിലാണ് പ്രശ്നം നടക്കുന്നത്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ എൻ്റെ അമ്മ BJPക്ക് വേണ്ടി മത്സരിച്ച ഒരാളാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഞാനുമൊക്കെ ബാലഗോകുലത്തിലൂടെ വന്ന് അതിനുശേഷം ABPയിലൂടെ വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് BJPയുടെ അവിടുത്തെ ഏകദേശം നേതാക്കന്മാരെയൊക്കെ അറിയാം. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പേര് പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വാർത്ത വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പേര് പോലും ഈ സ്ത്രീയുടെ കേൾക്കുന്നത്. 1-2 വർഷമായുള്ള പാർട്ടി വന്നിട്ട് അതും BJPയുടെ ജില്ലയുടെ ഉത്തരവാദിത്വത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന BJPയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഇതൊന്നുമല്ല. വലിയ പ്രതിസന്ധികൾ BJPയെ കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിരവധി പേർ BJPയിലേക്ക് വന്നിട്ടുണ്ട്. ഈ വന്നവരൊക്കെ തീർച്ചയായും സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ BJPയുടെ സംഘടനാ സംവിധാനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നങ്ങളെ RSS ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. വലിയ പ്രശ്നമാകുമ്പോൾ അതിൽ ഇടപെടുന്നത് RSS ആണ്. നാളെ ഒരു കാലത്ത് RSS ഇങ്ങനെ ഒരു വിഷയത്തിൽ ഈ ഇത്തരം സ്ത്രീകളോട് ആരോടെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ നാളെ RSS ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ BJPക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതൊരു കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം BJPയുടെ സംഘടനാ സംവിധാനം എന്തെന്നറിയാതെ BJPയിലേക്ക് വരുന്നവരെ എടുത്ത് തലയിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. വന്നവരെയെല്ലാം കേരളത്തിൽ ഇപ്പോൾ BJPയിലേക്ക് വന്നു. ഇപ്പോൾ രശ്മി എന്ന് പറയുന്ന അന്ന് ഞാൻ പറഞ്ഞാണ് കോൺഗ്രസിന്റെ ഒരു നേതാവ് BJPയിലേക്ക് വരുന്നു. 2 തവണ കോൺഗ്രസിൽ മത്സരിച്ച് തോറ്റതാണ്. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ BJPയിൽ മത്സരിച്ചാണ് ഇത്രയും കാലം തോറ്റിട്ടുള്ളതെങ്കിൽ അവർ 2 പ്രാവശ്യം കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് തോറ്റ ഒരാൾക്ക് 3ാമത് സീറ്റ് കിട്ടിയില്ലെന്ന് ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ BJPയിൽ ചേരുന്നു. അപ്പോൾ ഇനി ജീവിതകാലം മുഴുവൻ ആ സീറ്റ് അവർക്ക് വേണ്ടി മത്സരിക്കാനുള്ള സംവിധാനമാകുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ അവസരവാദികളായി വന്നവരൊക്കെ ഇന്ന് സംഘടനയുടെ ഭാഗമാവുകയും വർഷങ്ങളായി സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന പലരും ആ സംഘടനയുടെ പുറത്തു നിൽക്കുകയും അവർക്കൊന്ന് കയറി പറ്റാൻ പോലും ചെല്ലാൻ പോലും പറ്റാത്ത ഇടങ്ങളായി മാറുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ആത്മാർത്ഥതയുള്ള ഇത്രയും കാലം BJPക്ക് ഒരു തകർച്ച ഉണ്ടാകാത്തത് ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ BJPയിൽ ഉണ്ടായതുകൊണ്ടാണ്. ആ ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തകർ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിനെ പോലെ CPM കുറച്ചുകൂടി സംഘടനാപരമായി അവർക്ക് ആത്മാർത്ഥതയുണ്ട്. കോൺഗ്രസിനെ പോലൊരു ആൾക്കൂട്ടമായി മാറുകയും പ്രശ്നങ്ങൾ കൂടുതൽ ഉടലെടുക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അങ്ങനെയുള്ള ചിലരാണ്. ഒരുപക്ഷെ ഈ സ്ത്രീയെക്കുറിച്ച് എനിക്ക് അറിയില്ല, ഇവരെ ഏത് കാലം മുതൽ പ്രവർത്തിക്കുന്നതാണെന്ന് അറിയില്ല. ഏതായാലും തൽക്കാലം ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഒരു വലിയ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJPക്ക് ഇപ്പോൾ വലിയ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു 4 ദിവസം വന്നാൽ ഇവർ നേതാവാകും. 4 ദിവസം വന്നു കഴിഞ്ഞാൽ 4 റീൽസ് എടുത്ത് ഏതെങ്കിലും നേതാക്കന്മാരുടെ കൂടെ വലിയ നേതാക്കന്മാരുടെ നിൽക്കുന്നു, 2 ഫോട്ടോ എടുക്കുന്നു, റീൽസ് ഇടുന്നു. അപ്പോൾ ഈ റീൽസും ഒക്കെ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്ന നേതാവായി എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംഘടനയ്ക്ക് കീഴ്പ്പെടുകയല്ല. ഈ റീൽസുമായി ബന്ധപ്പെട്ട് റീൽസിലൊക്കെ പെട്ട് പല നേതാക്കന്മാരും റീൽസുകാരാണെന്നേ. അത് ഭയങ്കര അതിശയമാണ്. തരത്തിലുള്ള അപ്പൊ ഈ റീൽസിന് പ്രാധാന്യം വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ റീൽസിനോടുള്ള ആസക്തി, സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ആസക്തി അങ്ങനെയൊക്കെ വരും. ഒരു കാലത്ത് ലസിത പാലക്കൽ എന്ന് പറയുന്ന
കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ, കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവായിരുന്നു. ബി ജെ പിയുടെ സംഘടനാ തലത്തിൽ വളരെ, എനിക്ക് തോന്നുന്നു ഇത്രയും ആത്മാർത്ഥമായി ബി ജെ പി പ്രവർത്തിക്കുന്ന ഒരാളില്ല. സത്യത്തിൽ അവൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലസിതയെ അന്ന് ബി ജെ പിക്കാർ എല്ലാവരും ചേർന്ന് ആക്രമിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തനം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവളെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു കാലത്തും മാറ്റി നിർത്തി. പക്ഷെ അവളെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാ പരിപാടിക്കും പോകും, എല്ലാ പ്രോഗ്രാമിലും ഏറ്റവും സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് കണ്ണൂരിൽ നിന്നുള്ള ലസിത. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ തലശ്ശേരിയിൽ അറിയപ്പെടുന്ന ലസിതയാണ്. അപ്പോൾ പക്ഷേ അന്ന് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നുവെന്ന്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയത്. ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി, ഓഫീസ് ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി എല്ലാ ദിവസവും 10 സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇടുന്നുണ്ട്. കാരണം അവർക്ക് റീൽസ് ഇട്ടില്ല, അവരെ ആരും അറിയില്ല, അവരാരാണെന്ന് പോലും ആർക്കും അറിയാത്തൊരു ഘട്ടത്തിലാണ് അവരെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നത്. അപ്പോൾ റീൽസിലൂടെ നേതാവാകാനിരിക്കുന്നവരാണ് ഇവരൊക്കെ. പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ സംസ്ഥാന ഓഫീസിന്റെ ചുമതലയൊക്കെ കൊടുത്ത് എല്ലാവരുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കി ഒരു വലിയ നേതാവാക്കാനുള്ള ശ്രമമൊക്കെ ആരൊക്കെയോ അവരുടെ ഗോഡ് ഫാദേഴ്സ് നടത്തുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ആയിക്കോട്ടെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ കേരളത്തിൽ ബി ജെ പിക്ക് മുഖമായി നിന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ ഇല്ലാതാക്കാൻ പാർട്ടിയിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ വിഷയങ്ങളിലൊന്നും നേതൃത്വം ഭരിക്കുന്ന ഒരു മൗനം. ഇതിപ്പോ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള ഒരു നേതാവാണ് തിരുവനന്തപുരത്ത് പാർട്ടി ചുമതലയുള്ളത്. ആ പാർട്ടി ചുമതലയുള്ള നേതാവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഈ ഇതിലൊക്കെ ഉണ്ട്. പല ആരോപണങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആരുടെയൊക്കെയോ ആശീർവാദത്തിലാണ് ഈ പറയപ്പെടുന്ന സ്ത്രീ അടക്കമുള്ളവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മിനിറ്റിനകം ആ സ്ത്രീയെ പുറത്താക്കേണ്ടതാണ് പാർട്ടി, തീർച്ചയായും നടപടി എടുക്കേണ്ടതാണ്. ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ മോശമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ ആൾ, മത്സരിക്കുന്ന ഒരാൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവർ സംസാരിക്കുന്ന വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കകം തീർച്ചയായും നടപടി എടുക്കേണ്ടതാണ്. ആ സംസാരിച്ച കാര്യം അവർക്ക് പരാതി ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന പരാതി ഉണ്ടാവാം സ്വാഭാവികമായി, രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് സംഘടനാ നേതൃത്വത്തെ അല്ലേ അറിയിക്കേണ്ടത്. അതെ, അതെ. അപ്പോൾ തീർച്ചയായും അവരെ പുറത്താക്കേണ്ടതാണ്. പുറത്താക്കേണ്ടതിന് പകരം ഇപ്പോഴും അവരെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് അതിന്റെ കാര്യം. അതാണ് അതിന്റെ യാഥാർത്ഥ്യം.